ഗുഡ് മോർണിംഗ്. ഡെയിലി ഡോസിലേക്ക് സ്വാഗതം. വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴി, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ആർക്ക് പറഞ്ഞു കൊടുക്കണം? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തിനു പറഞ്ഞു കൊടുക്കണം? ഇതൊരു ചെറിയ ഒരു ചിന്തയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എല്ലാ കാലത്തും വർത്തമാന പത്രത്തിൽ വായിക്കുന്ന കാര്യമാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വേദനാജനകമായ കാര്യം. എന്തുകൊണ്ടാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളതിനുള്ള വ്യക്തമായ ഉത്തരം എനിക്കില്ലെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചെറിയ കാര്യം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് ഇൻ്റർനെറ്റ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ലോക്ക്ഡൗണിന് ശേഷം ഈ ഒരു പോസ്റ്റ് കോവിഡ് അതിന് ശേഷം ഉണ്ടായ സ്കൂളുകളിലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കുട്ടി പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്മാർട്ട് ടി വിയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഇല്ലാത്തതുകൊണ്ട്, മറ്റുള്ള കുട്ടികൾക്കുണ്ട്, അതിന് സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് അത് ആത്മഹത്യ ചെയ്തു. ഇതിനു മുമ്പ് 2 മാസങ്ങൾക്ക് മുമ്പ് കോപ്പി അടിച്ചു എന്ന് അധികൃതർ പറഞ്ഞതുകൊണ്ട് വീട്ടിലറിയുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്ത മറ്റൊരു കുട്ടി. അപ്പോൾ ഇതുപോലെ എല്ലാ കാലത്തും ഇങ്ങനെ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതിനൊരു വഴി എന്താണ്? നമ്മൾ കുട്ടികളെ വളരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ പേരൻസ്. കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വലിയൊരു ഘടകമാണ്. പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ശരിക്കും ഒരു വളരെ സന്തോഷകരമായി പൂർത്തിയാക്കേണ്ട ഒരു ബാല്യകാലം നമ്മൾ അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി കുഴപ്പമാക്കി അവരൊരു വേറെ രീതിയിൽ അവരുടെ ഒരു സ്വത്വത്തിനെ മാറ്റി വേറൊരാളാക്കി മാറ്റുന്ന രീതിയിലാണ് പേരൻസ് എപ്പോഴും അവരോട് സംസാരിക്കുന്നതും അവരോട് കാര്യങ്ങൾ പറയുന്നതും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പേരൻറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ്സസ് എടുക്കുന്ന അല്ലെങ്കിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച് നല്ല അവബോധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, കുട്ടികളോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും സംസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്, പക്ഷേ വല്ലപ്പോഴും നന്നായി സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഫോൺ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളത് മാറ്റി വെക്കാറുണ്ടോ? പറഞ്ഞില്ല. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു കുട്ടി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ആ കുട്ടികളിലാവണം. ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കണം. അതിൻ്റെ കൈകൾ പിടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് വെക്കണം, ചെറിയ കുട്ടികളാണെങ്കിൽ. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ വിശദീകരിക്കാനും അവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ നമ്മളോട് പറയാനും ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു ഉപദേശം കിട്ടിയതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ കുട്ടികളോട് ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അവർ വരുന്ന സമയത്ത് അവർ ചെറിയൊരു കാര്യം, പ്രത്യേകിച്ച് എൻ്റെ ഇളയ കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെച്ച് കണ്ണുകളിൽ നോക്കി അതിന് ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഞാൻ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതുവരെ കേൾക്കാത്ത കഥകൾ നമുക്ക് കേൾക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്ന സമയത്ത് നമ്മുടെ എല്ലാ ശ്രദ്ധയും അവരിലേക്ക് പോകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും ധൈര്യവും കൊടുക്കുക. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തേത്, തോൽക്കുക എന്ന് പറയുന്ന ഒരു മോശം കാര്യമായിട്ട് അവരെടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് എല്ലാ തലത്തിലും നമ്മൾ ഒന്നാമതാവാനുള്ളൊരു ഓട്ടത്തിനിടയിൽ നമ്മൾ കുട്ടികളെയും ആ ഓട്ടത്തിന് തയ്യാറാക്കി നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതല്ല വേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ 40 കുട്ടികൾക്കും 40 വിവിധ തരങ്ങളായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കുക. എല്ലാവരും ഒന്നാമനാവാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ 2ാമനും 3ാമനും 40ാമനും ഒക്കെ ആയി പറ്റുള്ളൂ. അതാണ് ഈ ലോകത്തിൻ്റെ രീതി. ഇപ്പം നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ പഠിത്തം മാത്രം ശ്രദ്ധിച്ച ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട്? അന്നൊക്കെ ബാക്ക് ബെഞ്ചിലിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഉഴപ്പന്മാരോ വളരെ മോശമായിട്ട് നടന്നിരുന്ന ആൾക്കാരോ ഒക്കെ എവിടെ ഉണ്ടെന്നുള്ളത് ചരിത്രം പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മളൊരു പഠിത്തം മാത്രം, നമ്മളെപ്പോഴും പറയുന്നത് എന്തായി പഠിത്തം എന്തായി. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ക്രിക്കറ്റ് ബാറ്റ് കത്തിച്ച് കളയും, ഫുട്ബോൾ വെട്ടിപ്പൊളിച്ച് കളയുകയൊക്കെ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് തന്നെ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യത്തിലോ PT ഉഷയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കൊച്ചേസഫ് ചിറ്റലപ്പള്ളിയുടെ കാര്യത്തിലോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ മനസ്സിലാവാഞ്ഞിട്ടല്ല,
മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. പിന്നെയും നമ്മൾ ഒന്നാമതെത്താൻ നമ്മുടെ കുട്ടികൾ, അതൊരു പ്രൈഡ് ഫാക്ടറാണ്. നമ്മുടെ കുട്ടികൾ ഒന്നാമതെത്തണം, നമ്മുടെ കുട്ടികൾ ഒന്നാമതെത്തണം. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ഒരു കാലത്ത് ഡോക്ടറും എൻജിനീയറും മാത്രമാവാൻ മതിയായിരുന്നു. കുട്ടികളുടെ ഒരു ഉദ്ദേശം തന്നെ ജനിക്കുന്ന തന്നെ ഡോക്ടറും എൻജിനീയറും ആവാൻ തയ്യാറെടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഇപ്പോൾ സച്ചിൻ ക്രിക്കറ്റിൻ്റെ നെറുകയിൽ, പ്രശസ്തിയുടെ നെറുകയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പതുക്കെ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയിക്കുന്ന ആൾക്കാരെ പിന്തുടരുക അല്ലെങ്കിൽ അവരോടൊപ്പം പോവുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാ കാലത്തെയും ഒരു ശ്രദ്ധ, അല്പകാലത്തേക്കെങ്കിലും. അതിപ്പം ഏത് കാര്യത്തിലും, ഇപ്പോൾ സിനിമാ താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വിജയിക്കുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം വളരെ ഒരു അത്യാവശ്യമായ ഘടകമാണ്. പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നേടാൻ പറ്റുന്ന ഒന്നുമല്ല ഒരു യൂസഫലിയോ ഒരു ജോസഫ് ചിറ്റലപ്പള്ളിയോ അല്ലെങ്കിൽ ഒരു പി ടി ഉഷയോ അല്ലെങ്കിൽ ഒരു സച്ചിൻ ടെണ്ടുൽക്കറോ ഒക്കെ ചെയ്തത്. വിദ്യാഭ്യാസം മോശമല്ല, പക്ഷെ അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം വേണ്ട പല കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടത് നമ്മളാണ്. ഈ ഒരു രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ, അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല. മാത്രമല്ല, ഇല്ലാതെ ആവുക എന്നുള്ളത്, ഇപ്പം നമുക്കൊരു പ്രത്യേകിച്ചൊരു കാര്യം ഇല്ലാതെ ആവുന്നുള്ളത് മോശമല്ല. കുറച്ച് കാത്തിരുന്നാൽ അതിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക ശേഷി എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു അനുഭവ പരിചയം നേടാനായിട്ട് നമ്മൾ വീട്ടിൽ സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കുറയും എന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ അവരെ പ്രാപ്തരാക്കാൻ നമ്മൾ അവരോട് നിരന്തരമായി സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക, അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയുക, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ ഇരുന്ന് ചിത്രം വരയ്ക്കുക, അവരുടെ കൂടെ ഇരുന്ന് കഥ പറയുക, അവർക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾ നിന്നോട് കൂടെയുണ്ട്, ഏത് സമയത്തും അത് തോൽവിയിലാണെങ്കിലും വിജയത്തിലാണെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. കാത്തിരുന്നാൽ നമുക്ക് ഒരുമിച്ച് എന്ത് കാര്യം വേണമെങ്കിലും നേടിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം മാതാപിതാക്കളായി പകർന്നു നൽകിയാൽ ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്യില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഓഫ് ഫാമിലിയിൽ, കുടുംബത്തിൽ സംസാരിക്കുന്ന സമയത്ത് എന്തുമാത്രം അവരുടെ പേരൻസ് വേദനിക്കുന്നു എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, എന്തുകൊണ്ടാണ് ഒരാൾ ഒരു ജീവൻ എടുക്കുന്നത് തെറ്റാണെന്നുള്ളത്, അതൊരു മോശമായ കാര്യമാണെന്നുള്ളതും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെയുള്ള തെറ്റായ രീതികളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരൊരു 100 വട്ടം ആലോചിക്കും, ഞാനിത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ സംസാരിച്ച് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ കുട്ടികളെ വ്യക്തമായി അറിയാനും അവരുടെ താല്പര്യങ്ങൾ അറിയാനും അവരോട് കൂടെ എല്ലാ സമയത്തും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പും കൊടുക്കുക. ശിക്ഷിക്കണമെന്നോ അവർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ അവരുടെ കൂടെയുണ്ട്. ഞാൻ ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് പോലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പാവം കുട്ടികളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അവരെ മനസ്സിലാക്കാനോ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും ആരുമില്ലാതെ അവർ മറ്റുള്ളവരെ തിരക്കി പോകുന്നത് അതുകൊണ്ടാണ്. ഇപ്പം അപരിചിതരോടുകൂടി ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപരിചിതരുടെ സുഹൃത്തുക്കളാക്കുക, ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് കുടുംബത്തിനകത്ത് നിന്നും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ, നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് പോകാനോ പറ്റാത്ത രീതിയിൽ അവരുടെ ഏറ്റവും നല്ല അഭ്യുദയകാംക്ഷികളാവാനായിട്ട് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാം. ഈ ദിവസം വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി.